إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ഭയഭക്തരായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ യഥാർത്ഥ വിജയം എന്താണെന്നും അത് എങ്ങനെ നേടിയെടുക്കാമെന്നും അള്ളാഹു ഒരൊറ്റ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സൂറത്ത് ഹജ്ജ് 77-ാമത്തെ സൂക്തമാണത്. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, റുക്കഉ വസ്ജുദു, നിങ്ങൾ റുക്കൂ ചെയ്യുക, സുജൂദ് ചെയ്യുക. വഅബ്ദു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. വഫ്അലുൽ ഖൈർ, നിങ്ങൾ നന്മ പ്രവർത്തിക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായി മാറും. 3 വിജയത്തിൻ്റെ അടിസ്ഥാന തൂണുകളാണ് ഈ സൂക്തത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തേത് നിസ്കാരമാണ്. നിസ്കാരത്തിലെ സുപ്രധാനമായ 2 കർമ്മങ്ങളെ എടുത്തു പറഞ്ഞ് അതിൻ്റെ പ്രാധാന്യത്തെ അല്ലാഹു സൂചിപ്പിക്കുന്നു. സുജൂദും റുക്കൂഉം നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്ത് മുഅ്മിനൂനിൽ നിസ്കാരത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഖദ് എന്ന തഅ്കീദിൻ്റെ, തീർച്ചപ്പെടുത്തലിൻ്റെ പദം ഉപയോഗിച്ചുകൊണ്ടാണ് അള്ളാഹു വിജയത്തെ സൂചിപ്പിക്കുന്നത്. അഫ്ലഹ എന്നാണ്. ഫലാഹ് എന്ന് പറഞ്ഞാൽ വിജയം എന്നാണ്. അഫ്ലഹ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വിജയം വിജയിച്ചിരിക്കുന്നു എന്നാണ്. ഇസ്മു തഫ്ളീൽ എന്നാണ് ആ പദത്തിനെ കുറിച്ച് പറയുന്നത്. ഏതൊരു പദത്തിൻ്റെയും മുമ്പ് അലിഫ് ലാം വന്ന് അതിന് ഫതഹ് വന്നു കഴിഞ്ഞാൽ അത് ഇസ്മു തഫ്ളീലായി. അപ്പോൾ ഏറ്റവും വലിയ വിജയം തീർച്ചയായും വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. എങ്ങനെയുള്ളവരാണവർ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഒട്ടേറെ വിശേഷണങ്ങൾ പറഞ്ഞു. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
ഒന്നാമതായി പഠിപ്പിക്കുന്ന സുപ്രധാനമായ വിശേഷണം അല്ലദീനഹും അവർ ഫീ സ്വലാത്തിഹിം അവരുടെ നിസ്കാരങ്ങളിൽ ഖാശിഊൻ ഭക്തരായിട്ടുള്ളവരാണ് എന്നാണ്. ഇസ്ലാം എന്ന കെട്ടിടം നിലനിൽക്കുന്നത് നിസ്കാരത്തിൻ്റെ മേലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. റഅസുൽ അംരി അൽ ഇസ്ലാം, കാര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഇസ്ലാമാണ്. വ അമൂദുഹു അസ്സലാത്ത്, അതിൻ്റെ ഏറ്റവും വലിയ നെടുന്തൂൺ അത് നിസ്കാരമാണ് എന്നാണ്. അപ്പോൾ നിസ്കാരം കൊണ്ടാണ് ഒരു സത്യവിശ്വാസി വിജയിക്കുന്നത് എന്നാണ്. ഹനീഅൻ ലിൽ മുസല്ലീന തുഖാതി വമൻ അദ്ദൽ ഫുറൂദൽ വാജിബാതി ലഖദ് ഹാസൂ ബിഹാ ശറഫൻ റഫീഅ ജലീലൽ ഖദ്രി ബൈനൽ കായിനാതി. ജൂതനായ ഒരു കവി ആത്മാർത്ഥമായി തഖ്വയോടുകൂടി നിസ്കരിക്കുന്ന മനുഷ്യന്മാരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കണ്ടിട്ട് ആ ഭക്തന്മാരുടെ വിശേഷണം അദ്ദേഹം പറയുകയാണ്. ഹനീഅൻ ലിൽ മുസല്ലീന തുഖാതി, തഖ്വയോടെ നിസ്കരിക്കുന്നവർക്ക് മംഗളം. വമൻ അദ്ദൽ ഫുറൂദൽ വാജിബാതി, അവർ ഫർളായ വാജിബായ നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നു. ലഖദ് ഹാസൂ ബിഹാ ശറഫൻ റഫീഅ, ആ നിസ്കാരം കൊണ്ട് അവർ ഷറഫ് നേടിയിരിക്കുന്നു, ഉന്നതമായ പദവി നേടിയിരിക്കുന്നു. ജലീലുൽ ഖദ്രി ബൈനൽ കായിനാത്തി, സൃഷ്ടികൾക്കിടയിൽ മഹത്തായ സ്ഥാനവും അവർ നേടിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഒരു കെട്ടിടത്തിൻ്റെ തൂൺ തകർന്നാൽ കെട്ടിടം തകർന്നു പോകുന്നത് പോലെ നിസ്കാരം ഇല്ലാത്തവന്റെ ഇസ്ലാമിക ജീവിതം അത് തകർന്നടിയും എന്നാണ്. അപ്പൊ യഥാർത്ഥ നിസ്കാരത്തിലേക്ക് നമ്മൾ കടന്നു വരണമെന്നാണ്. യാ അയ്യുഹല്ലദീന ആമനു ആമിനു, വിശ്വാസികളെ നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാവും എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചതുപോലെ നമ്മുടെ നമസ്കാരം അത് പുനഃപരിശോധിച്ച് വീണ്ടും അതിനെ ശുദ്ധീകരിച്ച് പവിത്രമാക്കി പരിശുദ്ധമാക്കി ആയുധം തേച്ചു മിനുക്കി എങ്ങനെ തിളക്കമുള്ളതും മൂർച്ചയുള്ളതുമാക്കി മാറ്റുന്നുവോ അതുപോലെ നമ്മുടെ ഇബാദത്തിനെ സൂക്ഷ്മതയുടെ തഖ്വയുടെ പരകോടിയിലെത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതാണ്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കണമെന്നാണ്. ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിസ്കാരം എന്താണെന്ന് നമ്മൾ പഠിക്കണം. നമ്മൾ മദ്രസയിൽ 8 പൊട്ടും തിരിയാത്ത കാലത്ത് 1 മുതൽ 4 വരെ അല്ലെങ്കിൽ 1 മുതൽ 6 വരെ 7 വരെ 8 വരെ പോയിരുന്ന ആ കാലഘട്ടത്തിൽ നിസ്കാരത്തെക്കുറിച്ച് പഠിച്ചു. അത് മൊത്തത്തിൽ നിസ്കരിക്കുക 4 റക്അത്ത്, സുബ്ഹി 4, സുബ്ഹി 2, ളുഹർ 4, അസർ 4, മഗ്രിബ് 3, ഇങ്ങനെ മൊത്തത്തിൽ പഠിച്ചു പോന്നു. അതിൽ ഖുർആൻ സൂറത്ത് ഓതണം, ഫാത്തിഹ ഓതണം, അതുപോലെ തന്നെ വജ്ജത്ത് ഓതണം. ഇതൊക്കെ പഠിച്ച് ഇതൊക്കെ ചെയ്താൽ നിസ്കാരമായി. ഇങ്ങനെ നമ്മൾ ആ പ്രഥമ കാലഘട്ടത്തിൽ പഠിച്ചിട്ടുള്ളൂ. ആ പഠിപ്പ് കഴിഞ്ഞിട്ട് പിന്നെ നിസ്കാരത്തെക്കുറിച്ച് സമൂഹം പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നില്ല. ഭൂരിപക്ഷം സമൂഹത്തിന്റെ അവസ്ഥയാണ്. പിന്നീട് നിസ്കാരത്തെക്കുറിച്ചുള്ള പഠനമില്ല. പിന്നെ നിസ്കാരം മയ്യത്ത് നിസ്കരിക്കുന്നത് വരെ ആ നിസ്കാരം, ആ പഴയ പഠിച്ച ആ 8ാം ക്ലാസ് വരെ പഠിച്ച നിസ്കാരം മരിക്കുന്നത് വരെ അയാൾ നിലനിർത്തിപ്പോരാണ്. ഇങ്ങനെയാണോ നിസ്കാരം? അങ്ങനെ പഠിച്ചാൽ മതിയോ നിസ്കാരം? പോരാ. നിസ്കാരത്തെക്കുറിച്ച് സമഗ്ര പഠനങ്ങളുണ്ട്. നിസ്കാരത്തെക്കുറിച്ച് 8ഉം 10ഉം മണിക്കൂറുള്ള സമഗ്ര പഠന ക്ലാസ്സുകളുണ്ട്. യൂട്യൂബിൽ നമുക്ക് കേൾക്കാം. ടെലഗ്രാം ചാനലിൽ നിസ്കാരത്തെക്കുറിച്ച് മാത്രമുള്ള ക്ലാസ്സുകളുണ്ട്. മഹാരഥന്മാരായ സലഫുകളായ പണ്ഡിതന്മാർ, സൗദി അറേബ്യയിലെ ഉന്നതരായ കിബാറുൽ ഉലമയിൽപ്പെട്ട പണ്ഡിതന്മാർ നടത്തുന്ന ക്ലാസ്സുകളുണ്ട്. കേരളത്തിലെ സലഫി ഉലമാക്കൾ നടത്തിയ ക്ലാസ്സുകളുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് സംവിധാനങ്ങളുണ്ട്. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമസ്കാരത്തെക്കുറിച്ച് സമഗ്രമായി പഠിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ തഖ്വയും വറഉം ഉള്ള, തഖ്വയുള്ള ഭക്തിയുള്ള വറഅ്, അങ്ങേയറ്റത്തെ താഴ്മയുള്ള നിസ്കാരം നമുക്ക് നിർവഹിക്കാൻ കഴിയേണ്ടതുണ്ട്. പരലോകത്ത് ആദ്യമായി ചോദ്യം ചെയ്യുന്നത് എന്തിനെക്കുറിച്ചാണ്? നിസ്കാരത്തെക്കുറിച്ചാണ്. അപ്പോൾ ആ നമസ്കാരത്തിന്റെ ഗൗരവം എത്രമാത്രം വലുതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അവ്വലുമാ യുഹാസിബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാത്തു. ഒന്നാമതായി ഖിയാമത്ത് നാളിൽ ഒരു അടിമ ചോദ്യം ചെയ്യപ്പെടുന്നത് അവന്റെ അമലുകളിൽ ഒന്നാമതായി ചോദ്യം ചെയ്യപ്പെടുന്ന നിസ്കാരത്തെക്കുറിച്ചാണ് എന്നാണ്. അവിശ്വാസിയും വിശ്വാസിയും തമ്മിലുള്ള അതിർവരമ്പ് അത് നിസ്കാരമാണ്. ഫസ്ലു മാ ബൈനി വ ബൈനൽ മുശ്രിക്കീൻ അസ്വല.
നമുക്കും അവർക്കും മുശ്രിക്കുകൾക്കും ഇടയിലുള്ള വേർതിരിവ് സ്വലാത്താണ്, നിസ്കാരമാണ്. ഫമൻ തറകഹ ഫഖദ് കഫറ, ആരെങ്കിലും അത് ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായി എന്നാണ്. മറ്റൊരു റിപ്പോർട്ടുള്ളത് ബൈന റജുലി വ ബൈന ശിർക്കി വൽ കുഫ്രി, ഒരു മനുഷ്യനും ശിർക്കിനും കുഫറിലും ഇടയിലുള്ള വ്യത്യാസം തർക്കു സലാ, നിസ്കാരം ഉപേക്ഷിക്കലാണ്. നിസ്കരിച്ചാൽ ഒരാൾ മുഅ്മിനാകുന്നു, നിസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ ശിർക്കിലേക്കും കുഫറിലേക്കാണ് പോകുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കുന്നത്. ഒരാളെ സത്യവിശ്വാസി എന്ന് വിളിക്കാൻ കഴിയുന്നത് അവൻ നമസ്കാരം നിലനിർത്തുമ്പോഴാണ് എന്നാണ്. ഉപേക്ഷിക്കുന്നവർക്കുള്ള കഠിനമായ താക്കീത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മൻ തറക സ്വലാത്തുൽ അസ്രി ഫഖദ് ഹബിത അമലുഹു, ആരെങ്കിലും അസർ നിസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ്റെ അമല് മുഴുവൻ പൊളിഞ്ഞു പോയി എന്നാണ്. അപ്പോൾ ഒറ്റ നിസ്കാരം, ഒരു വക്ത് നിസ്കാരം ബോധപൂർവം ഒരാൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ ചെയ്ത അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോയി എന്നാണ്. അപ്പൊ അത്രമാത്രം ഗൗരവപ്പെട്ട വിഷയമാണ് നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത്. സമയബന്ധിതമായി നമ്മൾ നമസ്കരിക്കേണ്ടതുണ്ട്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, തീർച്ചയായും മുഅ്മിനീങ്ങളുടെ മേൽ കിതാബൻ മൗഖൂത, സമയം നിർണയിച്ചിട്ടുള്ള ഇബാദത്താണ് നമസ്കാരം എന്നാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സമയബന്ധിതമായി നിർവഹിക്കാൻ കഴിയണം. വകാന യുസല്ലി അൽ ഹജീറ വശംസു ഹയ്യത്തുൻ, സൂര്യൻ കത്തിജ്വലിച്ചു നിൽക്കുന്ന സമയത്തല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ളുഹർ നിസ്കരിച്ചിട്ടില്ല എന്നാണ്. അതുപോലെ അസർ, അതിന്റെ സമയങ്ങളുടെ നിശ്ചയിക്കപ്പെട്ട സമയങ്ങളുണ്ട്, ആ സമയത്ത് തന്നെ നിർവഹിക്കണം. അപ്പൊ സമയം പരിധി അസർ വരല്ലേ, അസർ വരെ. അഥവാ എതിർച്ച നമുക്ക് നിർവാഹമില്ലെങ്കിൽ, യാത്രയിലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി, ആ സമയത്ത് നമുക്ക് ബന്ധിച്ചു കൊണ്ടുപോകാം, അസർ വരെ സമയമുണ്ട് എന്നുള്ളതാണ്. അതല്ലാതെ യാതൊരു കാരണവുമില്ലാതെ നമസ്കാരത്തിന്റെ സമയം പോലും ബന്ധിപ്പിക്കാൻ പാടില്ല എന്നാണ്. സഹാബത്ത് അങ്ങനെ ബന്ധിപ്പിച്ചിട്ടില്ല, റസൂൽ ബന്ധിപ്പിച്ചിട്ടില്ല. വശംസു ഹയ്യത്തുൻ, സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന സമയത്തല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ളുഹർ നിസ്കരിച്ചിട്ടില്ല. അതുപോലെ അസർ അതിന്റെ സമയത്തല്ലാതെ നിർവഹിച്ചിട്ടില്ല. ഒരു തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസർ നമസ്കാരം ഖളാ ആയി പോയപ്പോൾ അല്ലാഹുമ്മ ലഅൻ ഫുലാനൻ വ ഫുലാനൻ, ഇന്നാലിനവരെ അല്ലാഹുവേ നീ ശപിക്കണമേ, അവർ നിമിത്തം എൻ്റെ അസർ നമസ്കാരം ഖളാ ആയി പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിതപിച്ച ചരിത്രം നമുക്ക് ഹദീസുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. പിശാച് പരാജയപ്പെടുന്ന രംഗം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു വിശ്വാസി സുജൂദ് ചെയ്യുന്ന സമയത്ത്, സുജൂദ് ചെയ്യുന്നത് കാണുമ്പോൾ പിശാച് വിങ്ങിപ്പൊട്ടിക്കരയുമെന്നാണ്. ശൈത്താൻ വിങ്ങിപ്പൊട്ടിക്കരയാണ്. എപ്പോ ഒരു മുസ്ലിം, ഒരു വിശ്വാസി സുജൂദ് ചെയ്യുന്ന സമയത്ത് അവൻ പറയാണ്, ആദമിന്റെ മകന് അള്ളാഹു സുജൂദിന് കൽപ്പിച്ചു, അവൻ സുജൂദ് ചെയ്തു, അതുകൊണ്ട് അവൻ വിജയിച്ചു. അല്ല എന്നോട് സുജൂദിന് കൽപ്പിച്ചു, ഞാൻ സുജൂദ് ചെയ്തില്ല, ഞാൻ പരാജയപ്പെട്ടു, ഞാൻ നരകത്തിലേക്ക് പോകുന്നു, അവൻ വിജയിച്ചു, അവൻ സ്വർഗത്തിലേക്ക് പോകുന്നു എന്നാണ്. അപ്പോൾ പിശാചിന് ഇത്രമാത്രം വെറുപ്പുള്ള ഒരു സംഗതി, ഒരു വിശ്വാസി സുജൂദിലേർപ്പെടുമ്പോൾ ശൈത്താൻ ഇത്രമാത്രം വെറുപ്പുള്ള ഒരു സംഗതി മറ്റൊന്നുമില്ല എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത്. അതുപോലെ തന്നെ മനസ്സിന് ആശ്വാസം ലഭിക്കാൻ അതിനുള്ള പരിഹാരം എന്താണെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹിജ്ർ 97-98 പഠിപ്പിക്കുകയാണ്. വലഖദ് നഅലമു അന്നക യളീഖു സദ്റക ബിമാ യഖൂലൂൻ, നബിയേ, അവർ പറയുന്നത് നിമിത്തം താങ്കളുടെ ഹൃദയം വല്ലാതെ വിഷമിക്കുന്നു, പ്രയാസപ്പെടുന്നു, അത് നാം കാണുന്നു, നാം അറിയുന്നു നബിയേ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, താങ്കൾ അതുകൊണ്ട് തസ്ബീഹ് ചൊല്ലുക, അല്ലാഹുവിനെ സ്തുതിക്കുക. വകും മിനസ് സാജിദീൻ, താങ്കൾ സുജൂദിൽ ഏർപ്പെടുക, താങ്കൾ സുജൂദ് ചെയ്തു കൊള്ളുക. താങ്കൾക്ക് സമാധാനം, താങ്കൾക്ക് റാഹത്ത് കിട്ടുന്നത് സുജൂദിലൂടെയാണ്. അവരെത്ര കുത്തിപ്പറഞ്ഞാലും, അവരെത്ര ആക്ഷേപിച്ചാലും, സാഹിറെന്ന്, ജ്യോതിഷനെന്ന്, കള്ളനെന്ന്, കള്ളവാദിയെന്ന് എന്തൊക്കെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറകിൽ നടന്നുകൊണ്ട് ആ കാഫിറുകൾ പറഞ്ഞു, എങ്ങനെയൊക്കെ പ്രവാചകനെ ആക്ഷേപിക്കാൻ പറ്റുമോ അതൊക്കെ ആക്ഷേപിച്ചു, എങ്ങനെയൊക്കെ ആ ദഅവത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ പറ്റുമോ അതിനൊക്കെ അവർ ശ്രമിച്ചു. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനം കെടുകയാണ്, മനപ്രയാസമേൽക്കുകയാണ്. നബിയേ, താങ്കൾ സുജൂദിൽ വീണുകൊള്ളുക.
ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, താങ്കളുടെ റബ്ബിനെ സ്തുതിച്ചുകൊള്ളുക, താങ്കൾ സുജൂദിൽ വീഴുക, താങ്കൾക്ക് അവിടെ സമാധാനം കിട്ടുമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുമായിരുന്നു. യാ ബിലാൽ അരിഹ്നാ ബിസ്സലാ, ഓ ബിലാൽ, താങ്കൾ സ്വലാത്തിന് വേണ്ടി പങ്ക് കൊടുക്കുക, ഇഖാമത്ത് കൊടുക്കുക, അരിഹ്നാ, റാഹത്ത് നൽകുക, സമാശ്വാസം നൽകുക. നിസ്കാരത്തിലൂടെ റാഹത്ത്, നിസ്കാരം കഴിഞ്ഞാലാ നമുക്ക് റാഹത്ത്, നിസ്കാരത്തിലൂടെ നമുക്ക് റാഹത്ത് കിട്ടട്ടെ എന്ന് നബി പറഞ്ഞത്. ഖുർറത്തു ഐനി ബിസ്സലാഹ്, എൻ്റെ ഖുർറത്തു ഐൻ, കൺകുളിർമ, എനിക്ക് മനസ്സമാധാനം കിട്ടുന്നത്, കൺകുളിർമ കിട്ടുന്നത് ബിസ്സലാഹ്, നിസ്കാരം കൊണ്ടാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാദിനാ വദുർരിയാതനാ ഖുറത അയുൻ, അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ, മക്കളിൽ ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണം. അവിടെയാണ് നമ്മൾ കൺകുളിർമ തേടാറുള്ളത്. പക്ഷേ യഥാർത്ഥ കൺകുളിർമ നിസ്കാരം കൊണ്ടാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റാഹത്ത് കിട്ടുന്നത്, മനസ്സമാധാനം കിട്ടുന്നത്, സന്തോഷം കിട്ടുന്നത് നിസ്കാരത്തിലൂടെയാണ് എന്നാണ്. അപ്പൊ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യം ശരിയാക്കേണ്ടത് അല്ലാഹുമായുള്ള ബന്ധമായ നിസ്കാരമാണ്. അതുപോലെ തന്നെ നിസ്കാരം എന്നത് വെറും 5 മിനിറ്റ് നീളുന്ന ഒരു ചടങ്ങല്ല, അത് നമ്മുടെ വിജയത്തിൻ്റെ സർട്ടിഫിക്കറ്റാണ്. നമ്മുടെ നിസ്കാരത്തിൽ ഖുശൂ അഥവാ ഭയഭക്തി ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമസ്കാരം അള്ളാഹുവും വിശ്വാസിയും തമ്മിലുള്ള ഒരു കരാറാണ്. അത് ലംഘിക്കുന്നത് വലിയ ദ്രോഹമാണ്. കേവലം നിസ്കരിക്കുക എന്നതല്ല, മറിച്ച് കൃത്യമായ സമയത്ത് നിർവഹിക്കുക എന്നതാണ് വിശ്വാസിയുടെ കടമ. നിസ്കാരം ഒരു പ്രകാശമാണ്. അസ്വലാത്തു നൂറുൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിലെ ഇരുട്ടുകളിൽ അത് നമുക്ക് വഴികാട്ടിയായി, വെളിച്ചമായി മാറേണ്ടതുണ്ട്. ആരാധനകളിൽ മുഴുകുക എന്നുള്ളതാണ് മറ്റൊന്ന്. രണ്ടാമത്തെ വിജയത്തിന്റെ മാനദണ്ഡമായി പറഞ്ഞിട്ടുള്ളത് വഅബ്ദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക എന്നാണ്. ജീവിതം അള്ളാഹു നൽകിയത് തന്നെയാണ്. അത് ഇബാദത്തിന് വേണ്ടിയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ജിന്നിനെയും ഇൻസിനെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ മുഖ്യമായ ലക്ഷ്യം ഇബാദത്ത് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ആരാധന? ഇബാദത്തിനെ കുറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ വിശദീകരണം, അൽ ഇബാദത്തു, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഹിയ ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർള, അല്ലാഹു തൃപ്തിപ്പെടുന്ന, അല്ലാഹു ഇഷ്ടപ്പെടുന്ന എല്ലാ അമലുകളുമാണ്. മിനൽ ഖൗലി, വാക്കിൽ നിന്ന്, വൽ അഅമാലി, പ്രവർത്തനങ്ങളിൽ നിന്ന്, അല്ലാഹിരി വൽ ബാത്തിനി, രഹസ്യവും പരസ്യവുമായ. അപ്പൊ രഹസ്യവും പരസ്യവുമായ എല്ലാ വാക്കും പ്രവൃത്തിയും ഒക്കെ ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോ ഇബാദത്തിൽ അതിലൊക്കെ എന്തുണ്ട്? ദുആ ഉണ്ട്. പക്ഷെ ആ ദുആനോടൊപ്പം തന്നെ അമല് വന്നു, ഖൗല് വന്നു, അതുപോലെ തന്നെ നമ്മുടെ നിയ്യത്തുകളൊക്കെ ഇബാദത്തിന്റെ ഗണത്തിൽ വന്നു. അത് ജാമിഅ ആയിട്ടുള്ള, വിപുലമായിട്ടുള്ള ഒരു സംഗതിയാണ് ഇബാദത്ത് എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. ഇബാദത്തിന്റെ 3 പ്രധാനമായിട്ടുള്ള തൂണുകൾ. ഒരു കർമ്മം ഇബാദത്തായി മാറണമെങ്കിൽ അതിന് ഈ 3 കാര്യങ്ങൾ അനിവാര്യമാണ്. ഒന്ന്, കമാലുൽ മഹബ്ബ, പരിപൂർണമായ മഹബ്ബത്ത് വേണം. അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം അത് വേണം. രണ്ടാമത്തത് കമാലുൽ ഖൗഫ്, പരിപൂർണമായ ഭയം. അള്ളാഹുവിന്റെ ശിക്ഷയെയും അവന്റെ പ്രീതി നഷ്ടപ്പെടുന്നതിനും ഭയപ്പെടണം. അതാണ് യദഊനനാ റഹബൻ വറഹബ, പ്രതീക്ഷയോടെയും ഭയപ്പാടോടെയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ് സത്യവിശ്വാസികൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സത്യവിശ്വാസികളുടെ വിശേഷണമാണത്. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് ഖൗഫ് വേണം. അതുപോലെ തന്നെ അർ-റജാ, കമാലുർ റജാ, പരിപൂർണമായ പ്രതീക്ഷ. അള്ളാഹുവിന്റെ പ്രതിഫലത്തിലും കാരുണ്യത്തിലും പ്രതീക്ഷയുണ്ടാവണം. ഏതൊരു വിശ്വാസിക്കും, എത്ര വലിയ തെറ്റ് ചെയ്തവനും അള്ളാഹു കാരുണ്യവാനാണ്, റഹ്മാനാണ്, അവൻ എന്നോട് കരുണ ചെയ്യുമെന്നുള്ള റജാ, ആ പ്രതീക്ഷ, പരിപൂർണമായ റജാ വേണം. അതുപോലെ തന്നെ കമാലുൽ ഖൗഫ്, പരിപൂർണമായ ഖൗഫും വേണം. ഞാൻ വലിയ ആബിദായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയ
കഴിവ് കൊണ്ടും അമല് കൊണ്ടും അറിവ് കൊണ്ടുമാണ് ഞാൻ ഇബാദത്ത് ചെയ്തിട്ടുള്ള. എന്തെങ്കിലും ഫാൾട്ട് എൻ്റെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു എന്നെ പിടികൂടുമല്ലോ എന്നുള്ള ആ ബോധം നമുക്ക് വേണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം എത്ര തവണയാണ് ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നത്? 100 തവണ അല്ലെങ്കിൽ 70 തവണ ഇസ്തിഗ്ഫാർ നടത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തിൽ പരിപൂർണത ഇല്ലാഞ്ഞിട്ടല്ല, മറിച്ച് തങ്ങളുടെ ദഅവത്തിൽ, തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ എന്തെങ്കിലും ഒരു ഫാൾട്ട് പറ്റിയിട്ടുണ്ടോ, ഞാൻ എൻ്റെ ദഅവത്തിൽ വല്ല ഫാൾട്ട് നിമിത്തം ആരെങ്കിലും സന്മാർഗം ഹിദായത്ത് കിട്ടാതെ പോയോ എന്നുള്ള വിഷമം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു ഒരു ദിവസം 100 തവണ അല്ലെങ്കിൽ 70 തവണ എന്നാണ്. അപ്പോൾ അത്രമാത്രം പരിപൂർണമായ കമാലിയത്ത്, ഖൗഫിലുള്ള ഭക്തിയിലുള്ള, അള്ളാഹുവിനുള്ള ഭയത്തിലുള്ള കമാലിയത്ത് വേണം എന്നർത്ഥം. അപ്പോൾ ഇബാദത്ത് എന്നതിൽ നിന്നും പഠിക്കേണ്ടത് നാം നാവുകൊണ്ട് സത്യം പറയുന്നതും അള്ളാഹുവിനെ സ്മരിക്കുന്നതും ഇബാദത്താണ്. നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള സ്നേഹവും തവക്കുലും അഥവാ ഭരമേൽപ്പിക്കൽ അതും ഇബാദത്താണ്. മാതാപിതാക്കളെ സേവിക്കുന്നതും അയൽവാസിയോട് കരുണ കാണിക്കുന്നതും അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചാണെങ്കിൽ അതും ഇബാദത്താണ് എന്നുകൂടി നമ്മളിവിടെ കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ജോലിയും കച്ചവടവും ഹലാലായ രീതിയിൽ നിർവഹിക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചാണെങ്കിൽ അതും ഇബാദത്താണ്. അള്ളാഹുവിനെ ഭയപ്പെട്ടും സ്നേഹിച്ചും അവൻ കൽപ്പിച്ച രീതിയിൽ നാം ചെയ്യുന്ന ഓരോ നന്മയും ഇബാദത്താണ്. അതുപോലെ തന്നെ ദിക്ർ, അതും ഇബാദത്താണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക തീർച്ചയായും അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ടാണ് ഹൃദയങ്ങൾ സമാധാനം അറിയുന്നത് എന്നത്. ദിക്ർ നിലനിർത്തുക അതും ഇബാദത്താണ്. അപ്പോൾ ഇബാദത്ത് വളരെ വിപുലമായ അർത്ഥത്തിൽ വരുന്ന സംഗതിയാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഘടകം കൂടി സൂചിപ്പിക്കുകയാണ്, നന്മ പ്രവർത്തിക്കുക, സാമൂഹ്യക്ഷേമ ജീവകാരുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാൻ അതൊരു മാനദണ്ഡമായി സൂറത്ത് ബഖറ 195 അള്ളാഹു പഠിപ്പിക്കുന്നു. വഹ്സിനൂ ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, വഹ്സിനൂ ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, നിങ്ങൾ നന്മ ചെയ്യുക, തീർച്ചയായും അള്ളാഹു ഇഹ്സാൻ ചെയ്യുന്നവരെ, നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. നന്മയുടെ വലിപ്പമല്ല, അത് ചെയ്യാനുള്ള മനസ്സിനെയാണ് അള്ളാഹു നോക്കുന്നത്. നിങ്ങൾ നിസ്സാരമായിട്ടുള്ള 1 രൂപ, ഒരു 10 രൂപ ഒരു പാവപ്പെട്ട രോഗിയുടെ സഹായാഭ്യർത്ഥന ഫേസ്ബുക്കിൽ വന്നാൽ, വാട്സാപ്പിൽ വന്നാൽ, നിങ്ങളെ കൊണ്ടാവുന്നത് 10 രൂപയാണെങ്കിൽ അവിടെ ഒരു നിയ്യത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ച് ദാനം ചെയ്തു. പക്ഷേ നിങ്ങൾ ഉഹുദ് മലയോളം ദാനം ചെയ്താലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദാനത്തിന്റെ അടുക്ക് എത്തുകയില്ല എന്നാണ്. അപ്പൊ നിയ്യത്തിന്റെ ശക്തി, അതേപോലെ തന്നെ ഉള്ളതിൽ നിന്ന് കൊടുക്കുന്നതിന്റെ വിലമതിപ്പാണ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ നന്മയും കണക്കിലെടുക്കപ്പെടും എന്നുകൂടിയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. നമ്മുടെ വലിപ്പമല്ല, അത് ചെയ്യാനുള്ള മനസ്സിനെയാണ് അള്ളാഹു നോക്കുന്നത് എന്നർത്ഥം. ഫമയഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ, നിസ്സാരമായിട്ടുള്ള ഒരു നന്മ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് അള്ളാഹു കാണുക തന്നെ ചെയ്യും, അത് അവൻ കാണുക തന്നെ ചെയ്യും. അള്ളാഹു അതിന് പ്രതിഫലം നൽകും. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, ആകാശത്തുള്ള റബ്ബ് നിങ്ങളോട് കരുണ കാണിക്കും. അപ്പോൾ ആ കാരുണ്യത്തിന് വേണ്ടി നിങ്ങളുടെ റഹ്മത്ത്, നിങ്ങൾ ലോകത്തോട് റഹ്മത്തുള്ളവരായി കരുണയുള്ളവരായി മാറുക എന്നർത്ഥം. ഈ മൂന്ന് മാനദണ്ഡങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയത്തിന്റെ മാനദണ്ഡമായിട്ടാണ് ഇത് പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം നേടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പള്ളിയിലേക്ക് കയറി വരുമ്പോഴുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക, അല്ലാഹുവേ നിൻ്റെ റഹ്മത്തിൻ്റെ കവാടം എനിക്ക് നീ തുറക്കണമേ. വലത് കാല് വെച്ചിട്ട് പള്ളിയിലേക്ക് കയറി വരിക. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക, അല്ലാഹുവേ ഇന്നി തീർച്ചയായും ഞാൻ അസ്അലുക നിന്നോട് ചോദിക്കുന്നു, മിൻ ഫദ്ലിക നിൻ്റെ ഔദാര്യത്തിൽ നിന്ന്. അപ്പോൾ ഈ ദുആയുടെ ലഫ്ളുകളൊക്കെ നമ്മൾ പഠിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അതിൻ്റെ ഓരോ പദാനുപദ അർത്ഥം പഠിക്കുക. അങ്ങനെ പദാനുപദം അർത്ഥമുള്ള പ്രാർത്ഥനാ ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട്. ഓരോ വാക്കിൻ്റെയും പദങ്ങളുടെ അർത്ഥമുള്ള പ്രാർത്ഥനയുടെ പുസ്തകം നമുക്ക് ലഭിക്കാനുണ്ട്. അതൊക്കെ വായിച്ച് നമ്മുടെ ജീവിതത്തിൽ അമലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. പണ്ടൊരാൾ എന്നോട് ഞാൻ ചോദിച്ചു, എന്താ പള്ളിയിൽ പോകുമ്പോഴുള്ള പ്രാർത്ഥന എന്ന് ചോദിച്ചു. അതൊക്കെ ഉസ്താദിനറിയാമെന്ന് പറഞ്ഞു.
അപ്പോൾ ആ രൂപത്തിൽ പറയുന്നവരാകും. നമുക്ക് ഓരോരുത്തരും അറിവ് നേടുകയും അതനുസരിച്ച് പ്രവർത്തിക്കുക നമ്മുടെ ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതനുസരിച്ച് നമ്മൾ അമൽ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ ലാ തശ്ഫി ഖൽഖനാ ബിൻ നാർ വലാ തജ്അൽനാ മിൻ ഖതബിൻ നാർ വഇന്നഹാ ബിഇസദ് ദാർ വബിഇസൽ മസ്വാ വബിഇസൽ ഖറാർ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.